വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. ശ്രീ ഗോപീചരണാരവിന്ദപരമാണവേ നമഃ. ഭക്തജനങ്ങൾക്കെല്ലാം നമസ്കാരം. ഭഗവാന്റെ അത്യപാരമായിട്ടുള്ള കാരുണ്യം കൊണ്ട് ഭഗവൻ മഹിമയെ കേൾക്കാൻ സാധിക്കുന്നു, പാടാൻ സാധിക്കുന്നു, അവയിലൂടെ സ്മരിക്കാറാവണം. ഭഗവാൻ ഈശ്വരോ ഹരിഹി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം എന്നാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ വാക്കുകൾ ആരംഭിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം. ധാരാളം കേൾക്കുന്നവർക്ക് എപ്പോഴാണ് ഭഗവാനെക്കുറിച്ച് പറയേണ്ടി വരുന്നത്, അപ്പോഴാണ് കേട്ടത് എത്രത്തോളം ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്, പ്രകാശിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ചില ആൾക്കാരുണ്ട്, ഞാൻ 50 സപ്താഹം കേട്ടിട്ടുണ്ട്, 60 സപ്താഹം കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവർ. അപ്പോൾ അവർക്കത് ഒരു സന്തോഷമാണ് അങ്ങനെ പറയൽ, ഇതിങ്ങനെ എണ്ണം പിടിക്കുക. തിരിച്ചൊന്ന് ചോദിച്ചാൽ മതി, ശരി 60 സപ്താഹം കേട്ടു, എന്താ നിങ്ങൾക്ക് മനസ്സിലായേ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു. കിളിയുടെ മുമ്പിൽ പൂച്ചയെ കൊണ്ടുവച്ച പോലെ പിന്നെ ഒന്നും വേണ്ടില്ല. നമ്മൾക്ക് കീർത്തനം ചെയ്യേണ്ടി വരുമ്പോഴാണ് എത്രത്തോളം ശ്രവണം ചെയ്തിട്ടുണ്ട് നമ്മളെന്ന് തിരിച്ചറിയാം. കേട്ടിട്ടുണ്ട് ഭാഗവതമെങ്കിൽ അതവിടെ ഉണ്ടാവും, അത് വെറുതെ പോകുമൊന്നുമില്ല. പക്ഷേ കീർത്തനം ചെയ്യേണ്ടി വരുമ്പോൾ സാധിക്കണില്ല, നമ്മൾ അത്രയും തിരിച്ചറിഞ്ഞിട്ടില്ല, ഞാൻ തിരിച്ചറിയണം, വീണ്ടും കേൾക്കണം. ഇപ്പോൾ ചില ഇതൊക്കെ ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് മുകളിൽ പത വരും, ആ പത കോരിക്കളയണു, വീണ്ടും തിളപ്പിക്കണു, വീണ്ടും പത വന്നാൽ അത് കോരിക്കളയണു, പിന്നെയും തിളപ്പിക്കണു. ഇതുപോലെ നമ്മൾ കുറേ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുകളിൽ ഒരു ആവശ്യമില്ലാത്തൊരു അഹങ്കാരം വന്നു മൂടും. ഞാൻ ഇത്ര കേട്ടിട്ടുണ്ട്. കീർത്തനം ചെയ്യേണ്ടി വരുമ്പോഴാണ് അത് കോരിക്കളയണത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് തിരിച്ചറിയാൻ പറ്റും, വീണ്ടും കേൾക്കും. അങ്ങനെ ശ്രവണം കീർത്തനം, ശ്രവണം കീർത്തനം, ശ്രവണം കീർത്തനം കുറെ കഴിയുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ, നമ്മൾ എവിടെ പോകുമ്പോഴും ഉണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതാണ് വിഷ്ണു സ്മരണം. നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ ഭഗവാനുണ്ട്. ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റണു, ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ട് പറയാൻ പറ്റണു. നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ കേൾക്കണതും, നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ പറയണതും. വിഷ്ണു സ്മരണം എല്ലായിടത്തും അവിടുന്ന് കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ ഭാഗവതം കേൾക്കുമ്പോൾ മാത്രമല്ല, ക്രമേണ ജീവിതത്തിൽ എവിടെ പോയാലും എന്ത് കേൾക്കുമ്പോഴും ഇത് ഭഗവാൻ കേൾപ്പിച്ചതാണ്, എന്ത് കാണുമ്പോഴും ഇത് ഭഗവാൻ കാണിച്ചതാണ്, എന്ത് ചെയ്യുമ്പോഴും ഇത് ഭഗവാൻ ചെയ്യിക്കണതാണ്. അങ്ങനെയാവണം. ദൃഷ്ടശ്രുതാൻ മദ്രചനാനുചിന്തയ. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഭഗവാന്റെ രചനകൾ തന്നെയാണ്. ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെന്നെ കാണിക്കണത്, ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെന്നെ കേൾപ്പിക്കുന്നത്. ഇങ്ങനെയായി മാറണം.
അങ്ങനെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞാനതിൽ ലയിച്ച് അങ്ങനെ പോകണം. എപ്പോഴാണ് ലയിക്കുക നിശ്ചയില്ല. ഇപ്പം നമ്മൾ ഈ ശ്രവണം കീർത്തനം എന്നുള്ള സ്പന്ദനത്തിൽ നിൽക്കുകയാണ്. ഈ ദശമസ്കന്ധം നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മനസ്സിനെ രോധിച്ച് നിർത്തുക, കൃഷ്ണനിൽ അടക്കി നിർത്തുക. അതിന് വേണ്ടിയിട്ടാണ് ദശമസ്കന്ധം. ഭഗവാന്റെ ഇതുവരെ പറഞ്ഞ കഥകളിൽ 2 ഭാഗമുണ്ട്. അമ്പാടിയിലെ കഥകളും വൃന്ദാവനത്തിലെ കഥകളും. അമ്പാടിയിലെ കഥകളൊക്കെ എൻ്റെ കൃഷ്ണൻ എൻ്റെ കൃഷ്ണൻ എൻ്റെ കൃഷ്ണൻ എന്ന് സ്നേഹിപ്പിക്കാനാണ്. വൃന്ദാവനത്തിലെ കഥകളാകുമ്പോഴേക്കും കൃഷ്ണൻ്റെയാ ഞാൻ കൃഷ്ണൻ്റെയാ ഞാൻ കൃഷ്ണൻ്റെയാ ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ചെറിയ വ്യത്യാസം. അങ്ങനെ എൻ്റെ കൃഷ്ണൻ എന്ന് സ്നേഹിക്കുമ്പോൾ ബാക്കി ഞാനും എൻ്റെയും എന്തൊക്കെ ഉള്ളിലുണ്ട് അതൊക്കെ പതുക്കെ അപ്രസക്തമാവും. ആ 2 മരങ്ങൾ മറിഞ്ഞു വീണില്ലേ കൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വന്നപ്പോൾ, അതുപോലെ കൃഷ്ണൻ മനസ്സിലേക്ക് അങ്ങോട്ട് എൻ്റെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് കയറി വരുമ്പോൾ ബാക്കിയൊക്കെ പൊക്കോളും. ഹൃൽ പത്മകർണികാധിഷ്ണ്യം ആക്രമ്യ ആത്മന്യവസ്ഥിതം. നമ്മുടെ ഹൃദയപർവ്വത്തിൻ്റെ കർണികയിലേക്ക് അവിടുന്ന് അങ്ങോട്ട് കയറി വരും. ബാക്കി സകലതിനെയും ചവിട്ടി പുറത്താക്കും. അഹം മമ അതിനെയൊക്കെ തട്ടിമറിച്ചിടും. ഇതെൻ്റെയാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിപ്പാക്കും കണ്ണൻ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണൻ്റെ വലുപ്പം അറിയുമ്പോൾ വെറും കുട്ടിയല്ല, അവൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയിട്ട് നമ്മളെ രക്ഷിക്കുന്നവനാണ് എന്നൊക്കെ കാണുമ്പോൾ ആ കൃഷ്ണൻ്റെ ആവാനുള്ള കൊതി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഏറി വരും. ആ ഗോവർദ്ധനത്തിൻ്റെ ചോട്ടിലേക്ക് കടന്നു നിന്നാൽ നമുക്കും പിന്നെ മഴ കൊള്ളണ്ടല്ലോ. നമ്മളെയും രക്ഷിച്ചാൽ, അതിനടിയിലേക്കൊന്ന് കടത്തി നിർത്തിയാൽ, ഉപനയമാം നിജഭൃത്യപാർശ്വം, ഭഗവാന്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെയും കൂടിയും കൂട്ടിയാൽ, എന്നെയും കൃഷ്ണൻ്റെ ആക്കിയാൽ, ഇതാണ് ബ്രഹ്മാവ് തൊട്ട് ഉദ്ധവർ തൊട്ട് ഓരോരുത്തരുടെയും പ്രാർത്ഥന. എന്നെയും കൃഷ്ണൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂട്ടണേ. അങ്ങനെയുള്ള ആ വൃന്ദാവന ലീലകളിലെ ഏറ്റവും മുഖ്യമായ അംഗമാണ് രാസക്രീഡ. അത് ഇന്നലെ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. രാസം കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന മുഖ്യമായിട്ടുള്ള അധ്യായം ഗോപികാ യുഗളഗീതം എന്നുള്ളതാണ്. ഭഗവാൻ വേണുഗാനം ചെയ്യുന്ന സമയത്ത് വൃന്ദാവനത്തിലെ ഭൂമിയിലും ആകാശത്തും ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഗോപികാ യുഗളഗീതത്തിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ നേരത്തെ 21-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് അല്ലേ? 21-ാമത്തെ അധ്യായത്തിൽ വേണുഗീതം പറഞ്ഞു, ഇവിടെ യുഗളഗീതം പറഞ്ഞു. എന്താ ഇപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം? അക്ഷണ്വതാം ഫലമിതം ന പരം വിധാമഹ എന്ന് തുടങ്ങുന്ന വേണുഗീതത്തിലും വാമബാഹുകൃത വാമക പോല എന്ന് തുടങ്ങുന്നതായിട്ടുള്ള യുഗളഗീതത്തിലും എന്താ ഇപ്പോൾ ഒരു വ്യത്യാസം? രണ്ടിലും ഭഗവാന്റെ വേണുഗാനത്തെക്കുറിച്ചും അത് കേൾക്കുന്ന വൃന്ദാവനത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. എന്താ വ്യത്യാസം എന്ന് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത്, ആദ്യം വേണുഗീതം പറയുമ്പോൾ ആ വേണുഗീതം കേൾക്കുന്ന വൃന്ദാവനത്തിലെ ഓരോരുത്തരുടെയും ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടണില്ലല്ലോ, ഞങ്ങൾക്ക് എപ്പോഴാണ് അതിന് ഭാഗ്യം ഉണ്ടാവുക എന്നിങ്ങനെ അവരോട് അസൂയയോടുകൂടി പറയുന്ന ഗോപികമാരുടെ വാക്കാണ്. എന്നാൽ യുഗളഗീതം പറയുമ്പോഴേക്കും അവർ രാസം ലഭിച്ചവരാണ്, തങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യം വൃന്ദാവനത്തിൽ എല്ലാവർക്കും കൃഷ്ണൻ കൊടുക്കുന്നുണ്ട് എന്ന സന്തോഷമാണ് അവർ പറയണത്. അവർക്കിപ്പോൾ ആരോടും അസൂയയില്ല, പരിഭവമില്ല, അവനവനെക്കുറിച്ച് എന്തോ പോരാത്തവനാണ് എന്ന ചിന്തയില്ല. അവർക്ക് തൃപ്തിയുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന സുഖം വൃന്ദാവനത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും ഭഗവാൻ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഗോപികമാരുടെ ഹൃദയത്തിലുണ്ടായിട്ടുള്ളൊരു മാറ്റമാണ് രാസക്രീഡയ്ക്ക് മുമ്പും രാസക്രീഡ കഴിഞ്ഞും വേണുഗാനത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ
കാണുന്നത് അല്ലേ? എന്തിലും അങ്ങനെയുണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ രണ്ടും വേണമല്ലോ. അവർക്കുണ്ടായ മാറ്റം എന്താണ് എന്ന് കാണിച്ചു തരണം. അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിൽ ഭഗവാൻ 7-ാം തിരുവയസ്സിലാണ് രാസക്രീഡ ആരംഭിച്ചത്. 10 വയസ്സ് കഴിഞ്ഞ് 11 വയസ്സാവണതിന് മുമ്പെയാണ് ഭഗവാൻ മഥുരയിലേക്ക് യാത്രയാവണം. അതിപ്പോൾ എന്താ അത്ര ഉറപ്പിച്ച് പറയണം എന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല. കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, ക്ഷത്രിയരുടെ ഉപനയനം 11-ാം വയസ്സിലാണ്, ക്ഷത്രിയരുടെ ഉപനയനം 11-ാം വയസ്സിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തമം, ഭഗവാന്റെ കാര്യമൊക്കെ ഉത്തമമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കംസവധം കഴിഞ്ഞാൽ ഉപനയനായി. അപ്പോൾ അത് 11 വയസ്സ് തികയണതിന് മുമ്പേയാവും. അപ്പോൾ ഏകദേശം കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ ഇതൊരു ഊഹം വെച്ച് പറയുകയാണല്ലോ, നമ്മളാരും കണ്ടിട്ടൊന്നുമല്ല. അപ്പോൾ ഒരു 7-ാം തിരുവയസ്സ് തൊട്ട് 11-ാം തിരുവയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഒരു 3.5-4 കൊല്ലം എല്ലാ രാത്രികളിലും ഭഗവാന്റെ കൂടെയാണ് ഗോപികമാർ. പകൽ സമയം മുഴുവൻ ഭഗവാനെക്കുറിച്ച് ഓർത്ത് പാടിക്കൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഒപ്പം ഇരിക്കുന്നതും ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലാതായി അനുഭവത്തിൽ. ഭഗവാനെക്കുറിച്ച് ഓർത്ത് പാടിക്കൊണ്ടിരിക്കുന്നതും ഭഗവാനോടൊപ്പം ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലാതായി. അപ്പോൾ നമുക്കൊക്കെ ഈ ഭഗവാന്റെ ഒപ്പം ഇരിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ എന്താണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഭാഗവതം വായിക്കുന്നുണ്ട്, അതിൽ തന്നെ വേണ്ടത്ര മനസ്സ് നിൽക്കണില്ല. ഭാഗവതം കേൾക്കുമ്പോൾ എന്തോ ഒരു സുഖമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെന്നല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്കായിട്ടില്ല. അപ്പം നമുക്കിത് പറയാനല്ല, ഊഹിക്കാൻ പോലും നമുക്കറിയില്ല. എങ്കിലും അറിവുള്ളവരങ്ങനെയാണ് പറയുക. മനസ്സ് ഭഗവാനിൽ ചേർന്നിരുന്നാൽ ശരീരം എവിടെയായാലും സാരമൊന്നുമില്ല. മനസ്സ് ഭഗവാനിൽ ചേർന്നിരുന്നാൽ അനുഭവം പൂർണ്ണമാണെന്നാണ് പറയുക. മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. അപ്പം അതുകൊണ്ട് ഗോപികമാർ രാസത്തിൽ ഭഗവാനിൽ വിലീനരാകുന്നതും പകൽ സമയങ്ങളിൽ ഭഗവത് സ്മരണയിൽ മനസ്സവിടെ വിലീനമാകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. രണ്ടും ബ്രഹ്മരാത്രമാണ്. ഒന്ന് ബ്രഹ്മമായിട്ടുള്ള കൃഷ്ണൻ്റെ രാത്രിയാണെങ്കിൽ പകല് കൃഷ്ണനെക്കുറിച്ചുള്ള അറിവിൻ്റെ ബോധത്തിൻ്റെ രാത്രിയാണ്. അതും ബ്രഹ്മരാത്രം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലാത്തൊരു നിലയിലേക്ക് അവരെത്തി. ഭാഗവതം ബ്രഹ്മാവിന് ഉപദേശിക്കുമ്പോൾ ദ്വിതീയ സ്കന്ധത്തിൽ ഭഗവാൻ സപ്തശ്ലോകിയായിട്ടാണ് ഉപദേശിച്ചത്. ചതുശ്ലോകി ഭാഗവതം എന്ന് നമ്മൾ പറയുമെങ്കിലും അതിന് പൂർവാംഗമായിട്ട് 2 ശ്ലോകമുണ്ട്, ഉത്തരാംഗമായിട്ടൊരു ശ്ലോകമുണ്ട്. അപ്പോൾ സപ്തശ്ലോകിയാണ്. അതിൽ ആ ഉത്തരാംഗമായിട്ടുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഖ്യതി കർഹിച്ചിൽ. നീ കൽപ്പത്തിലും വികൽപ്പത്തിലും മോഹിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട്. കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പകൽ സമയം, സൃഷ്ടി എന്ന കർമ്മം ചെയ്യുന്ന സമയം. വികൽപ്പം എന്ന് പറഞ്ഞാൽ പ്രളയം, പ്രവൃത്തിയൊന്നും ചെയ്യേണ്ടാത്ത സമയം. ഇത് രണ്ടും ഒരുപോലെയാവുന്നു. ഇപ്പം നമുക്കൊന്നും അങ്ങനെയല്ല. നമ്മൾക്ക് എന്തെങ്കിലും പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്യാനുള്ളപ്പോൾ തോന്നുന്നത് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് തിരക്കില്ലാതിരുന്നാൽ എന്തൊരു സുഖമാവും. എന്നാൽ ഒരു പണിയും ചെയ്യാൻ ഇല്ലാണ്ടിരുന്നാലോ, അയ്യോ ഒട്ടും സഹിക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു പണിക്ക് പോയാൽ എന്തൊരു സുഖമാവും. അപ്പം അങ്ങനെയോ നമുക്ക് കൽപ്പത്തിലും വികൽപ്പത്തിലും സുഖമില്ല. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ്. കാരണം രജോ ഗുണമല്ലേ ഉള്ളിൽ കിടക്കണം. എന്നാൽ ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾ
ഈ അറിവിനെ വേണ്ട പോലെ ഉൾക്കൊണ്ടാൽ, അനുഭവമായാൽ പ്രവൃത്തി ചെയ്യണോ? ചെയ്യാം. ചെയ്യണ്ടേ? ചെയ്യണ്ട. പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു യന്ത്രം മാത്രമാവും. രണ്ടിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഈ അവസ്ഥയാണ് ഇപ്പോൾ ഗോപികമാർക്ക്. ഭഗവാൻ വിളിച്ചു കൊണ്ടുപോയി നൃത്തം ചെയ്യിച്ചാൽ അവിടെ, വീട്ടിലിരുന്നാൽ ഇവിടെ. ഭഗവാൻ എന്താ കൽപ്പിച്ച് അങ്ങനെ. മനസ്സ് എപ്പോഴും ഭഗവാനിലാണ്. അവർക്ക് ഈ 3-4 കൊല്ലം കൊണ്ട് ഇനി തന്നിൽ നിന്ന് വിട്ടു നിന്നാലും ലവലേശം ദുഃഖമുണ്ടാവില്ല എന്ന് ഉറപ്പാക്കി കൊടുത്തു. മറ്റതെങ്ങനെയായിരുന്നു? ഗോപീനാം പരമാനന്ദ ആസയിൽ ഗോവിന്ദ ദർശനേ ക്ഷണം യുഗശതമിവ യാസാം യേന വിനാഭവൽ എന്നായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അവർക്ക് എപ്പോഴും ഒരുപോലെയാണ്. എന്നിട്ടാണ് ഭഗവാൻ ഇനി വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് യാത്രയാവാം, എഴുന്നള്ളാം എന്ന് തീരുമാനിക്കണം. അല്ലാണ്ട് ഗോപികമാരിൽ നിന്ന് തനിക്ക് വേണ്ടതൊക്കെ എടുത്തിട്ട് അവരെ ചണ്ടിയാക്കി ഉപേക്ഷിച്ചിട്ട് പോകുമെന്നല്ല ചെയ്ത്. അവർക്ക് തന്നെ കൊടുത്തിട്ടാണ് ഭഗവാൻ പോയിട്ടുള്ളത്. ഉള്ളിൽ പൂർണ്ണമായ കൃഷ്ണാനന്ദം കൊടുത്തിട്ട്, ദത്തോ മയ അഹമിതിയൽ ഭഗവാൻ സ ദത്തഃ, ഞാൻ എന്നെ തന്നെ കൊടുക്കുന്നവനാണ് എന്ന് ഭഗവാൻ മുമ്പേ പറഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങളെ തന്നെ എനിക്ക് തന്നപ്പോൾ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്കും തന്നിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഗോപികമാരുടെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗോപികമാർ അതറിയുന്നില്ല. തങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് ഗോപികമാർ അറിയുന്നില്ല. കംസൻ അക്രൂരൻ എന്ന് പറഞ്ഞൊരാളെ പറഞ്ഞയച്ച് കൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗോപികമാർ ദാമോദര മാധവ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ഓടുന്നുണ്ട്. കൃഷ്ണൻ പോയാൽ നമുക്ക് എന്താവും? ഗോപ്യ കഥം ന്നു അതിതരേമ തമോ ദുരന്തം എന്ന് പറഞ്ഞവർ കരയുന്നുണ്ട്. കൃഷ്ണൻ പോയാൽ പിന്നെ എന്താ നമ്മുടെ കഥ? അവർക്ക് ഈ പുറമെ കാണുന്ന കൃഷ്ണനാണ് എല്ലാമെന്ന് തോന്നുകയാണ്. ഉള്ളിൽ ആ കൃഷ്ണാനന്ദം പൂർണ്ണമായിട്ട് പ്രകാശിച്ചിട്ടുണ്ട് എന്നവർ തിരിച്ചറിയണമെങ്കിൽ അപ്പോൾ വേണം പുറമെ കാണുന്നത് കാണാനില്ലാണ്ടേ ആവണം. അപ്പോഴേ ഉള്ളിലേക്കുള്ളതിലേക്ക് തിരിയുള്ളൂ. അതുവരെ ഈ പുറമെ കാണുന്നത് കൊണ്ട് അത് സൗകര്യമാണല്ലോ. ഈ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നാൽ സൗകര്യമാണ്. അവരതിൽ തിക്കുകയാണ്. അതില്ലാതാകുമ്പോഴേ ഉള്ളിലുള്ള കൃഷ്ണനിലേക്ക് അവർ തിരിയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ മാറി നിൽക്കുന്നത് വരെ അവർ പുറമേയുള്ള കൃഷ്ണനാണ് എല്ലാമെന്ന് വിചാരിച്ച് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ മധുരയിലേക്ക് എഴുന്നള്ളാം എന്ന് തീരുമാനിക്കുമ്പോൾ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണല്ലോ എല്ലാം ചലിക്കണത്. ശ്രീനാരദ മഹർഷി കംസ മഹാരാജാവിൻ്റെ അടുത്തെത്തി. കംസനോട് പറയുകയാണ്, ഏ കംസ, അങ്ങയുടെ അന്തകൻ ജനിച്ചു എന്നൊക്കെ കേട്ടിട്ട് 10 കൊല്ലായി. എവിടെയാ? തിരഞ്ഞു വല്ലതും കണ്ടെത്താൻ പറ്റിയോ? കംസൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരുപാട് പേരെ പറഞ്ഞയച്ചു, ആരും തിരിച്ചു വന്നൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ടായില്ല. നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്നില്ലെങ്കിലും ഞാനും തിരയേണ്ടണ്ടായിരുന്നു. ഞാനിങ്ങനെ പലയിടത്തും സഞ്ചരിക്കുന്ന ആളല്ലേ, ഞാനും തിരയുന്നുണ്ടായിരുന്നു. അടുത്താണ് മനസ്സിലാക്കിയത്. ദൂരത്തൊന്നുമല്ല, ഇവിടുന്ന് അധികം ദൂരത്തല്ല, ഈ പുഴയുടെ അക്കരെ വൃന്ദാവനത്തിലെ നന്ദഗോപരുടെ ഗൃഹത്തിലുണ്ട് അങ്ങയുടെ അന്തകന്മാർ 2 പേരും. 2 ആളോ? ആ, 2 ആളുണ്ട്. ദേവകി ദേവിയുടെ 8ാമത്തെ ഗർഭം എന്ന് പറഞ്ഞപ്പോൾ അത് ഒരാളെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ 2 ആളുണ്ടെന്നാണ് പറയണേ. അങ്ങ് പറഞ്ഞയച്ച ആൾക്കാർ മുഴുവൻ ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് ചെന്നു, നേരെ വൈകുണ്ഠത്തിലേക്കും പോയി. എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് അവരെ വധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല തോന്നണു. ഒരു കാര്യം ചെയ്തോളൂ, ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഏതൊരുത്തനും ഉണ്ടല്ലോ അവനവൻ്റെ നാട്ടിലൊരു ബലം, തിണ്ണമെടുക്ക് എന്ന് പറയില്ലേ, അവനവൻ്റെ നാട്ടിലൊരു ബലമുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, പറ്റണത് ഇവിടെ വെച്ച് ചെയ്യാൻ നോക്കിക്കോളൂ പറഞ്ഞിട്ട് നാരദ മഹർഷി പോയി. ഇതൊരു സൂത്രക്കാരനാണ്.
എന്തായാലും കംസൻ വേഗം അതിനുള്ള ഏർപ്പാട് ചെയ്തു. ആദ്യം തീരുമാനിച്ചത് വസുദേവരാണ് തന്നെ പറ്റിച്ചത്, വസുദേവരെ ജയിലിൽ കൊണ്ടിടുക. വസുദേവരെയും ദേവകിയെയും വീണ്ടും ജയിലിൽ കൊണ്ടിട്ടു. എന്നിട്ട് തനിക്ക് ബാക്കിയുള്ള മന്ത്രിമാരാരൊക്കെയാന്ന് തിരഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് പോയി, ബാക്കി ആരൊക്കെയുണ്ട് എന്ന് തിരയുകയാണ്. അപ്പോൾ അതിലൊരു ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലൻ, 5 അസുരന്മാർ ഇവിടെ ഉണ്ട്. പിന്നെ ആനയുണ്ട്, ആനക്കാരനുണ്ട്. ഇത്രയേ ഉള്ളൂ കയ്യിൽ. ശരി, അവരെയൊക്കെ വിളിച്ചു കൂട്ടി. അതെ, മല്ലന്മാരെല്ലാവരും റെഡിയാവുക, മല്ലയുദ്ധത്തിന് ഏർപ്പാട് ചെയ്യണം. ധനുര്യാഗെന്ന് പേര്, ധനുര്യാഗെന്ന് പേര്. മല്ലരംഗമാണ് മുഖ്യമായിട്ടുള്ളത്. ജനങ്ങൾക്ക് ഉത്സാഹത്തിനായിട്ട് വേണ്ടുന്ന ഈ വ്യാപാരങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, മാലയും വളയും മേടിക്കാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടായിക്കോട്ടെ, ചാന്ത് പൊട്ടമൊക്കെ വേണമല്ലോ, നല്ല ആൾ വരുള്ളൂ. അതുപോലെ ഊണ് കഴിക്കാനുള്ള ഏർപ്പാട് ഒരു ഭാഗത്ത് ഉണ്ടായിക്കോട്ടെ, എന്നാലേ ആൾ വരുള്ളൂ. സദ്യ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വരില്ല. അപ്പോൾ അതൊക്കെ നല്ലോണം വേണ്ട പോലെ എല്ലാ ഭാഗത്തും ഉണ്ടായിക്കോട്ടെ. പൂജിക്കാനൊരു വില്ല്, ഗംഭീരമായിട്ടുള്ള തല്ല്, അതാണ് ഈ ധനുര്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേണ്ടതൊക്കെ ചെയ്തോളൂ. പിന്നെ ആനക്കാര, കോലയാപീഠത്തിനെ നടയിൽ കെട്ടിയിടണം. കുട്ടികളെ കോലയാപീഠത്തിനെ കൊണ്ട് കൊല്ലിക്കണം. ഇനി അവിടെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ മല്ലന്മാർ കൊല്ലും, അതല്ലെങ്കിൽ ഞാൻ കൊല്ലും. ഇതെല്ലാം ഏർപ്പാടാക്കി. അക്രൂരൻ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അച്ഛന്. ഉഗ്രസേനൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞയച്ചപ്പോൾ മന്ത്രിമാരെയും പറഞ്ഞയച്ചു. ഈ പഴയ കാലത്തെ രാജതന്ത്രത്തിൽ ഭരിക്കാൻ 8 മന്ത്രിമാർ വേണമെന്നൊക്കെയാണ് അത്രേ പറയുക. 8 തരത്തിലുള്ള വകുപ്പുകളുണ്ട് ഓരോരുത്തർക്കും കൊടുക്കാനായിട്ടെന്നൊക്കെയാണ് നിയമം. കംസൻ ഈ മന്ത്രിമാരെയൊക്കെ പറഞ്ഞയച്ചിട്ട് തൻ്റെ കൂടെയുള്ള മല്ലന്മാരെ, തൻ്റെ കൂടെയുള്ള അസുരന്മാരെ മന്ത്രിമാരാക്കി എല്ലാവർക്കും ഒരേ വകുപ്പാണ് കൊടുത്തത്. എല്ലാവർക്കും ഒരേ വകുപ്പ്, സജ്ജനദ്രോഹം. ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമ, സകല ശ്രേയസ്സും ഇല്ലാണ്ടാക്കാൻ മഹദതിക്രമം എന്ന ചുമതലയാണ് ഇതുവരെ സകലർക്കും കൊടുത്തിരുന്നത്. ഇപ്പം എന്തായാലും അക്രൂരൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പഴയ മന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് അന്വേഷിച്ച് ചെന്നു. കംസൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരണ? അക്രൂരൻ വിചാരിച്ചു. കംസൻ പറയുകയാണ്, അക്രൂരൻ മാമ, അങ്ങയെക്കൊണ്ട് ഒരാവശ്യം വരും എന്നെങ്കിലും സാധാരണ കാര്യങ്ങളിലൊന്നും നിങ്ങളെപ്പോലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതുവരെയൊന്നും ഞാൻ ഒന്നും പറയാതിരുന്നത്, ആവശ്യപ്പെടാതിരുന്നത്. ഈ കാര്യം അങ്ങേക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെനിക്ക് ചെയ്തു തരണം. എൻ്റെ വണ്ടിയും കൊണ്ട് നാളെ വൃന്ദാവനത്തിലേക്ക് പോവുക. അവിടുന്ന് നന്ദഗോപരുടെ ഗൃഹത്തിൽ ചെന്ന് നന്ദഗോപരോട് ഇവിടെ ധനുര്യാഗത്തിന് വേണ്ടതായിട്ടുള്ള ഗോരസങ്ങൾ കൊണ്ടുവരണമെന്ന് പറയാം. കുട്ടികളെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറയണം. അങ്ങ് തന്നെ അങ്ങയുടെ വണ്ടി കയറ്റി കൊണ്ടുവരണം. നന്ദഗോപുരം അടിച്ചാൽ പറ്റില്ല. അങ്ങയുടെ വണ്ടി കയറ്റിയിട്ട് കുട്ടികളെയും കൂടെ കൊണ്ടുവരണം. ഉദ്ദേശം ഞാൻ പറയാം, അത് അവിടെ ചെന്ന് പറയണ്ട. ആ 2 പേരെ കൊല്ലണം. എന്നെ കൊല്ലണ്ടായതാത്രേ. അവരെ ഇവിടെ വെച്ച് കൊല്ലണം. ഒന്നുകിൽ ആന, അല്ലെങ്കിൽ മല്ലന്മാർ, അതല്ലെങ്കിൽ ഞാൻ. അവരെ 2 പേരെയും കൊന്നാൽ പിന്നെ നന്ദഗോപരെ കൊല്ലണം, വസുദേവരെ കൊല്ലണം, ഉഗ്രസേനെ കൊല്ലണം. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഈ ഭൂമി ഭവിത്രി നഷ്ടകണ്ടക. പിന്നെ ഇവിടെ കല്ലും മുള്ളും ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഭരിക്കാം. നമുക്ക് ജരാസന്ധനുണ്ട്, ദ്വിവിധനുണ്ട്, അതുപോലെ വേണ്ട ആൾക്കാരൊക്കെ കൂടെയുണ്ട്. പറ്റുമെങ്കിൽ ഈ ഭൂമി മുഴുവൻ അടക്കി ഭരിക്കണം. ഇത്രയും കാര്യം എനിക്ക് ചെയ്തു തന്നാൽ, അങ്ങ് കൊല്ലൊന്നും വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നാൽ മതി, ബാക്കി ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ചെയ്തു തന്നാൽ നാളെ അങ്ങാണ് എനിക്ക് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ടപ്പോൾ പ്രലോഭിപ്പിക്കുകയാണേ. ഇത് കേട്ടപ്പോൾ അക്രൂരൻ പറഞ്ഞു, മനോരഥാൻ കരോത്യുച്ചൈഹി ജനോ ദൈവഹതാനഭി. ലവലേശം ദൈവാധീനമില്ല, സുഹൃതമില്ല.
എന്നാലും മനസ്സിലിങ്ങനെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അതാവും ഇതാവും എന്ന് കരുതുന്നതിന് കുറവുമില്ല. എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു അത് കിട്ടണമെങ്കിൽ അതായിത്തീരണമെങ്കിൽ ഈശ്വരാധീനം വേണ്ടേ? ലവലേശമില്ല. എന്താപ്പം ഞാൻ ഇയാളോട് പറയുക? ശരി, അങ്ങ് രാജാവാണ്, ഞാനൊരു പ്രജയാണ്, പറഞ്ഞാൽ അനുസരിക്കണം, ഞാൻ പോവാൻ വൃന്ദാവനത്തിലേക്ക്. അവരെ കാണാൻ പറ്റുമോ? അവരെൻ്റെ കൂടെ വരുമോ? ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ പോവാം എന്ന് മാത്രം അക്രൂരൻ പറഞ്ഞു. അന്ന് രാത്രി അക്രൂരന് ഉറങ്ങാനൊന്നും പറ്റണില്ല. നാളെ ഭഗവാനെ കാണാൻ പോവല്ലേ എന്ന് ചിന്തിച്ചിട്ട് ഉറങ്ങാൻ പറ്റണില്ല. അതങ്ങനെയാണ്. നമ്മൾക്കിപ്പോൾ ഈ ഭഗവാനെ കാണാൻ പോണതിൻ്റെയൊക്കെ അറിയോ എന്നറിയില്ല. കുട്ടിക്കാലത്ത് സ്കൂളിൻ്റെ വെക്കേഷൻ ആവാൻ കാത്തിരിക്കും അമ്മാമൻ്റെ അവിടേക്ക് പോവാൻ. അവനവൻ്റെ ഇല്ലത്തിരുന്നാൽ അരുത ഉണ്ണി എന്ന് പറയുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും. അമ്മയുടെ ഇല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആരും തടയില്ല. രാവിലെ നേരത്തെ നീക്കണ്ട, എനിക്കിന്ന് കുളിക്കണ്ട, വേണ്ട നീ കുളിക്കണ്ട, അവിടെ അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ വെക്കേഷൻ കാലം വന്നാൽ അമ്മാത്തേക്ക് പോകാൻ വലിയ ഉത്സാഹമാണ്. തലേന്ന് രാത്രി ഉറക്കം വരില്ല, നാളെ നമ്മൾ പോവുകയല്ലേ. അതുപോലെയാണ് അക്രൂരന് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്, നാളെ ഭഗവാനെ കാണാൻ പോവുകയാണ് എന്ന് ഓർക്കുമ്പോൾ രാത്രി ഉറക്കം വരണില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, സമയം എന്തായി നോക്കുക. ഒരു നേരം വന്നപ്പോഴേക്ക് അദ്ദേഹം എണീറ്റു, കൂളി കഴിഞ്ഞു, തേവാരം കഴിഞ്ഞു. സൂര്യൻ ഉദിക്കണതിന് മുമ്പ് തേര് കയറി. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് വൃന്ദാവനത്തിലെത്തണം. അത്ര ദൂരമൊന്നുമില്ല കേട്ടോ, അത്ര ദൂരമൊന്നുമില്ല. കാളവണ്ടി പോയാൽ തന്നെ 2 നാഴി കൊണ്ടെത്തും. ഇത് കംസൻ്റെ വായുവേഗത്തിൽ പായുന്ന തേരിൽ ഒരു പകൽ സമയം മുഴുവൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാലത്തെ കഥ എന്താന്ന് വെച്ചാൽ, തേരിൽ കയറി കുതിരകളുടെ കടിഞ്ഞാണ് കയ്യിലെടുത്തു, പോവാ എന്ന് പറഞ്ഞതേ അറിയുള്ളൂ. പണ്ട് നമ്മുടെ ഗുരുനാനാക്ക് എന്ന് പറയുന്ന മഹാജനം, അദ്ദേഹം ഒരു പീടികയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആളൊക്കെയായിരുന്നു. ധാന്യം ഇങ്ങനെ സേറ് കൊണ്ട് അളന്ന് കൊടുക്കുമ്പോൾ 1 2 3 4 എന്ന് അളന്നിട്ട് തേരാ എന്ന് അളന്നപ്പോൾ പിന്നെ തേരാ 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 എന്നായി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇത്രയും അങ്ങനെയാണ് കഥ. ആ തേരാ എന്നുള്ളൊരൊറ്റ ശബ്ദം കൊണ്ട് എല്ലാം നിൻ്റെ, ഇതം ന മമ ഉള്ളിൽ അങ്ങോട്ട് പ്രകാശിച്ചപ്പോൾ പിന്നെ മുന്നോട്ട് ഒന്നുമില്ലാണ്ടേ. ഇതൊക്കെ ഭക്തർക്ക് ചിലപ്പോൾ സംഭവിക്കേണ്ടതാണ്. ഇത് എപ്പോൾ എവിടെ ഏത് ശബ്ദം കൊണ്ട് ഏത് കാഴ്ച കൊണ്ട് അതൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇവിടെ തേരിൽ കയറി വൃന്ദാവനത്തിലേക്ക് പോവുകയാണെന്ന് ചിന്തിച്ചത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് ഓടിപ്പോയി. അദ്ദേഹം ചിന്തിക്കുക, എനിക്ക് അവിടെ ചെന്നാൽ ഭഗവാനെ കാണാൻ പറ്റുമോ? ബ്രഹ്മകീർത്തനം ശൂദ്രജന്മനഃ, വേദം ജപിക്കാൻ പറ്റുമോ വെറുമൊരു ശൂദ്രന്? ഇല്ല. ശൂദ്രനായി ജനിക്കുന്നത് ഈ വേദപാഠത്തിനൊന്നുള്ള അവകാശമില്ല, അത്രയ്ക്ക് സുഹൃതമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ജാതിയിൽ ജനിക്കണേ. അപ്പോൾ പിന്നെ ഒരിക്കലും വേദപാഠം കിട്ടില്ല. അതുപോലെ അധമനായിട്ടുള്ള വിഷയാത്മകനായിട്ടുള്ള എനിക്ക് സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയുടെ ദർശനം എങ്ങനെ കിട്ടും? എൻ്റെ യോഗ്യത നോക്കിയാൽ ലവലേശമില്ല സാധ്യത. പക്ഷേ ഭഗവാന്റെ കാരുണ്യം എന്ന് വരുമ്പോൾ അതാർക്കും അസാധ്യമല്ല താനും. ഞാനിപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ കഴിവുകൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. വൃന്ദാവനമെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ കഴിവുകൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. കൃഷ്ണ എന്ന് കേൾക്കണമെങ്കിൽ അതിൻ്റെ കാരണം ഭഗവാന്റെ കാരുണ്യമാണ്, ഇവൻ്റെ യോഗ്യതയല്ല. ഇങ്ങനെ ചിന്തിക്കും തോറും ഭഗവാന്റെ വലുപ്പം അങ്ങനെ തികഞ്ഞ് വരികയാണ് ഉള്ളിൽ.
താനൊന്നുമല്ലെങ്കിലും തനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടാതിരിക്കില്ല. കാരണം ചുറ്റിലും ഈ പ്രകൃതി മുഴുവൻ അങ്ങനെയാണ് പറയണത്. മൃഗങ്ങളൊക്കെ പ്രദക്ഷിണമായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല നല്ല ശകുനങ്ങളാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഗോപിമാരെന്താ പറഞ്ഞ്, അക്ഷൺവതാം ഫലമിതം. കണ്ണുണ്ടെങ്കിൽ കാണേണ്ടത് ആ കണ്ണനെയാണെന്നാണ്. കണ്ണുണ്ടായിട്ടുണ്ടല്ലോ, കണ്ണനെ കാണാനും സാധിക്കുന്നാണ് തോന്നണത്. കാരണം ഭഗവാന്റെ കാരുണ്യമുണ്ട്. അപ്പോൾ ഈ കണ്ണിൻ്റെ ഏറ്റവും ധന്യമായ കാഴ്ച കാണിച്ചു തരാതിരിക്കില്ല. ഇങ്ങനെ തന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടം തോന്നും, ഭഗവാനെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. ഒരു ഊഞ്ഞാൽ അല്ലെങ്കിൽ പെൻഡുലം ആട്ടി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നിലേക്കും ഭഗവാനിലേക്കും തന്നിലേക്കും ഭഗവാനിലേക്കും ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. തന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്കതിനുള്ള യോഗ്യതയില്ല. ഭഗവാന്റെ കാരുണ്യം ഓർക്കുമ്പോൾ ഇതൊന്നും അസാധ്യവുമല്ല. ഇങ്ങനെ മനസ്സിങ്ങനെ ആടുന്നുണ്ടായിരുന്നു. വണ്ടി സന്ധ്യ ആയപ്പോഴേക്കും വൃന്ദാവനത്തിൻ്റെ മണ്ണിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ മതി. കുതിരകൾ അവർക്കിഷ്ടം പോലെ കുറച്ച് പുല്ല് തിന്നും, നടക്കും, പിന്നെ കുറച്ച് പുല്ല് തിന്നും, പിന്നെ നടക്കും. തണൽ കണ്ടാൽ കുറച്ച് നേരം അവിടെ നിൽക്കും. അവരവരുടെ ഇഷ്ടം പോലെയാണ് പോയിരുന്നത്. പക്ഷേ എത്തിയത് വൃന്ദാവനത്തിലേക്ക് തന്നെയാണ്. വേറൊരു വഴിക്കും പോയില്ല, മറ്റൊരിടത്തും ചെന്നില്ല. ആഹുശരീരം രഥം ഇന്ദ്രിയാണി ഹയാനഭീഷൂൻ. ഭാഗവതം പറഞ്ഞിട്ടില്ലേ, ഈ ശരീരം ഒരു രഥമാണ്, ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. മനസ്സിൽ ഈ ശ്രീകൃഷ്ണ ചിന്ത ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അസ്തമനമാകുമ്പോഴേക്കും എത്തണത് ആ വൃന്ദാവനത്തിൽ തന്നെയായിരിക്കും. നമ്മൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളത് വിഷയമൊന്നുമല്ല. അക്രൂരൻ തേര് തെളിച്ചിട്ടൊന്നുമില്ല, അക്രൂരൻ പരിസരമേ അറിഞ്ഞിട്ടില്ല. പക്ഷെ അസ്തമനാവുമ്പോഴേക്കും എത്തിയത് വൃന്ദാവനത്തിൽ തന്നെയാണ്. നമുക്കും നമ്മുടെ അസ്തമനാവുമ്പോഴേക്കും അവിടെ എത്തണ്ടേ? നമ്മൾ വണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ വഴി തെറ്റിയേക്കാം, നമ്മൾ കൈ അങ്ങോട്ട് വിട്ടോളും. മനസ്സ് കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നോട്ടെ, കുതിരകൾ നടന്ന് അവിടേക്ക് തന്നെ എത്തിക്കോളും. അതാണ് വേണ്ടത്. അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അവർ കാണാനുള്ളത് കണ്ടോട്ടെ, അവർ കേൾക്കാനുള്ളത് കേട്ടോട്ടെ, ഓരോ ഇന്ദ്രിയങ്ങളും അവയ്ക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്തോട്ടെ. ഞാൻ ഒന്നിനെയും നിയന്ത്രിക്കണില്ല, പൂർണ്ണമായിട്ടും കണ്ണന് വിട്ടുകൊടുത്തിരിക്കണു എൻ്റെ കാര്യം. ഭഗവൻ ഭൂതഭവ്യേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേധാതുമർഹസി. എനിക്കറിയില്ല എനിക്കെന്താ വേണ്ടത്. ഗുരുവായൂരപ്പനാണെങ്കിൽ എന്നെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. കാണേണ്ടത് കാണിച്ചോളോ, കേൾക്കേണ്ടത് കേൾപ്പിച്ചോളോ, ചിന്തിക്കേണ്ടത് ചിന്തിച്ചോളോ, ചെയ്യേണ്ടത് ചെയ്യിച്ചോളോ. എനിക്കറിയില്ല. നായം വേദസ്വമാത്മാനം യച്ഛക്തിയാഹം ധിയാഹതം തം ദുരത്യയമാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അതെത്തേണ്ട സമയമാകുമ്പോൾ അവിടെ എത്തിക്കോളും. അക്രൂരൻ്റെ ആ രഥയാത്ര, പക്ഷേ നമുക്ക് അതും പറ്റില്ല. ഇതാണ് നമ്മുടെ കഷ്ടം. നമ്മളെക്കൊണ്ട് ഓടിച്ചവിടെ എത്താനുള്ള പൗരുഷമില്ല, എന്നാൽ എല്ലാം ഭഗവാനെ വിട്ടുകൊടുക്കാനുള്ള ധൈര്യമില്ല. രണ്ടിൻ്റെ ഇടയിൽ എവിടെയോ കിടക്കുകയാണ് നമ്മൾ. ക്ലിശ്യത്യ അന്തരിതോജന. ഒന്നുകിൽ അവനവന് ഓടിച്ച് അവിടെ എത്താനുള്ള പൗരുഷം വേണം, അല്ലെങ്കിൽ ഭഗവാന് വിട്ടുകൊടുക്കാനുള്ള ധൈര്യം വേണം. നോക്കൂ, നമ്മൾക്കൊക്കെ ഭക്തി ആയിട്ടുണ്ടോ? ഭഗവാനിൽ വിശ്വാസമായിട്ടുണ്ടോ? അക്രൂരൻ ഭഗവാൻ നടന്ന വൃന്ദാവനത്തിൻ്റെ ആ മണൽത്തരികളിലെ കാൽപ്പാടുകൾ കണ്ടു. അതിൽ വീണങ്ങനെ ഉരുളുകയാണ്. പ്രഭോരമുന്യഘ്രിരജാംസ്യഹോ ഇതി. ഭഗവാന്റെ പാദരജസ്സല്ലേ ഇത്
എന്ന് പറഞ്ഞ് വൃന്ദാവനത്തിൻ്റെ മണൽത്തരികളിൽ കിടന്നങ്ങനെ ഉരുളുകയാണ്. ഈ വൃന്ദാവനത്തിൻ്റെ മണൽത്തരികൾക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഭഗവാൻ നടന്നു പോയോർത്ത് ആ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടാവും, പിന്നൊരാളും അത് മായ്ക്കാറില്ല എന്നുള്ളതാണ്. കാറ്റ് പോലും മായ്ക്കാറില്ല. ഖുരതോദം വർഷ്മധുര്യഗതിരീഡിത വേണു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വർഷ്മധുര്യഗതിഹി, ആന നടക്കണ പോലെ അത്രേ കൃഷ്ണൻ നടക്കുക. എന്ന് വെച്ചാൽ ആന നടന്നിടത്ത് ഇളകിക്കിടക്കണ മണ്ണൊക്കെ അങ്ങോട്ട് ഉറയ്ക്കും. അതുപോലെ തൻ്റെ പാദചിഹ്നങ്ങൾ ഉറപ്പിച്ചിട്ടാണ് കൃഷ്ണൻ നടന്നിട്ടുണ്ടാവുക. പിന്നെ ഒരാളും അത് അനക്കാറില്ല. അങ്ങനെ ഭഗവാൻ നടന്ന വഴി മുഴുവൻ, കാരണം രാസക്രീഡയിൽ കൃഷ്ണനെ നഷ്ടപ്പെട്ട സമയത്ത് എത്ര കരഞ്ഞിട്ടാണ് അവസാനം ഭഗവാൻ നടന്നു പോയ കാൽപാദങ്ങൾ, ആ പാടുകളൊന്ന് കാണാൻ പറ്റിയത്. അന്ന് മനസ്സിലായിട്ടുണ്ട്, ഇതാണ് നമുക്ക് വഴികാട്ടി. പിന്നെ ഗോപികമാരാവട്ടെ ഗോപന്മാരാവട്ടെ ആരും ഭഗവാൻ നടന്നു പോയ ആ കാൽപ്പാടുകളെ മായ്ക്കാറില്ല. ഒരു മൃഗങ്ങളും അതിൽ തൊടാറില്ല. അതിൻ്റെ അപ്പുറത്ത് കൂടെ നടക്കുകയുള്ളൂ. അങ്ങനെ ഭഗവാന്റെ പാദചിഹ്നങ്ങളെ ഏറ്റവും ബഹുമാനിച്ച് സംരക്ഷിക്കണ വൃന്ദാവനവാസികൾക്കിടയിൽ എവിടുന്നാന്ന് ചെല്ലാണ്ട് ഒരാൾ വന്നിട്ട് അതൊക്കെ മാച്ചും കൊണ്ട് അത് കിടന്നുരുള്ള. ഇവരിതിങ്ങനെ ഏറ്റവും വിലപ്പിടിച്ചായിട്ട് സൂക്ഷിച്ചിട്ടുള്ളതാണ്. അതൊക്കെ മാച്ചും കൊണ്ട് അതിൽ കിടന്ന് ഉരുളുകയാണ് ഒരാൾ. പ്രഭോരമൂന്യ അഗ്രരജാംസ്യഹോ ഇതി. എന്നാലും ആരും വന്ന് തടഞ്ഞൊന്നുമില്ല കേട്ടോ. ഇത്തരം ശയനപ്രദക്ഷിണമൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അവർക്ക് പുതുമയൊന്നുമില്ല. ബ്രഹ്മാവ് തന്നെ വൃന്ദാവനത്തിൻ്റെ മണ്ണിൽ വന്നാൽ ഇപ്പോൾ ഇതാണ് ഏർപ്പാട്. 4 ശിരസ്സുകളെ കൊണ്ടും മാറി അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കണമെങ്കിൽ ഓരോ നമസ്കാരം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കുക, തിരിഞ്ഞു നിൽക്കുക, നമസ്കരിക്കുക, എഴുന്നേൽക്കുക, തിരിഞ്ഞു നിൽക്കുക, നമസ്കരിക്കുക. അതിനെക്കാട്ടിലും എളുപ്പം അങ്ങട് ഉരുള് തന്നെയാണ്. അപ്പോൾ ബ്രഹ്മാവ് തന്നെ ഈ വൃന്ദാവനത്തിൽ ഇങ്ങനെ നമസ്കാരമാണ്, ഇങ്ങനെ അവിടെ ശയനപ്രദക്ഷിണമാണ് പതിവ്. ഇതുപോലെ അനവധി ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പോൾ തുടങ്ങിയത് ബ്രഹ്മാവാന്നേ ഉള്ളൂ, അനവധി ആൾക്കാർ കാണാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടിട്ട് ആ ഗോപന്മാർക്കോ ഗോപികമാർക്കോ ആർക്കും അത്ഭുതമൊന്നും തോന്നിയില്ല. ഭഗവാന്മാരാണെങ്കിൽ രാവിലെ മുതൽ ഇത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ശ്രീനാരദ മഹർഷി കംസൻ്റെ അവിടെ ചെന്നിട്ട് ഈ കഥ പറഞ്ഞ് ഇവിടെ വന്ന് ഭഗവാനോടും പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ മഥുരയിൽ നിന്ന് ആരെങ്കിലും വരുട്ടോ, അവരുടെ കൂടെ ചെല്ലണട്ടോ, കംസനെ വധിച്ചിട്ട് മഥുരയിൽ നിന്ന് ഓടിപ്പോയിരുന്ന ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് പാർപ്പിച്ച് എല്ലാവർക്കും അഭയവും സുഖവും കൊടുക്കണട്ടോ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഈ അവതാരത്തിൽ ചെയ്യാനുണ്ട്, കുരുക്ഷേത്രത്തിൽ ഗീത കേൾക്കാൻ കൊതിയാവണു എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടാണ് നാരദ മഹർഷി പോയത്. വിശുദ്ധ വിജ്ഞാനഘനം, ഭഗവാനെ നമസ്കരിക്കുകയാണ്. വിശുദ്ധ വിജ്ഞാനഘനം, ഇത് ഭഗവാനുമാണ്, ഭഗവാന്റെ വാക്കായിട്ടുള്ള ഗീതയുമാണ്. അത് കേൾക്കാൻ കൊതിച്ചിട്ടാണ് ഇപ്പോഴേ നമസ്കരിച്ച് ശ്രീനാരദ മഹർഷി പോയിട്ടുള്ളത്. ഭഗവാൻ അപ്പോൾ ഇനി മധുരയിലേക്ക് യാത്രയാവാം, ആൾ വരട്ടെ എന്ന് കാത്തു നിൽക്കുമ്പോഴാണ് അക്രൂരൻ എത്തിച്ചേർന്നിരിക്കണം. കാര്യമായിട്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയത് ബലരാമനാണ്. കൃഷ്ണനെ കാണാൻ വന്നവരെ സേവിക്കാൻ ബലരാമനാണ് ഉത്സാഹം കൂടുതൽ. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അവതാരം ഉണ്ടാവണതിന് മുമ്പ് തന്നെ സാക്ഷാൽ പരബ്രഹ്മമൂർത്തി പരമപുരുഷൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ സംഭവന്തു തൽപ്രിയാർത്ഥം, അവന് പ്രിയം ചെയ്യാൻ, അവന് പ്രിയപ്പെട്ടവരാവാൻ വേണ്ടിയിട്ട് സംഭവന്തു സുരസ്ത്രീയ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത, മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും എത്താൻ പറ്റാത്ത ആ പരമതത്വം ഭൂമിയിൽ വന്നാൽ നമ്മളെങ്ങനെ അവിടത്തേക്ക് പ്രിയം ചെയ്യും? എന്താണ് അവിടത്തേക്ക് പ്രിയം എന്ന് പോലും നമുക്കറിയില്ല. എങ്ങനെ അവിടുത്തെ നമ്മൾ സേവിക്കും, എങ്ങനെ അവിടുത്തെ നമ്മൾ സന്തോഷിപ്പിക്കും? അന്നേ ആൾക്കാർ സംശയിച്ചതാണ്.
അപ്പോൾ എന്താ പറഞ്ഞത് പിന്നത്തെ ശ്ലോകം? വാസുദേവ കലാനന്ദ സഹസ്രവദനസ്വരാട് അഗ്രതോ അഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയാ. സംഘർഷണമൂർത്തി വരും, ബലരാമേട്ടനായിട്ട് വരും. ഭഗവാന് പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ബലരാമൻ എന്താ ചെയ്യണത്? അതുപോലെ ചെയ്താൽ മതി ഭഗവാന് നമ്മളും പ്രിയപ്പെട്ടവരാവാൻ. ആചാര്യനാണ് ബലരാമൻ. കൃഷ്ണന് പ്രിയപ്പെട്ടതായിട്ടുള്ളത് എന്താണെന്ന് ആചരിച്ച് കാണിച്ചു തരുന്ന ആളാണ് ബലരാമൻ. അങ്ങനെയുള്ള ബലരാമൻ ഇവിടെ കാണിച്ചു തരുന്നത് കൃഷ്ണനെ കാണാൻ വന്ന അക്രൂരനെ എഴുന്നേൽപ്പിക്കാനും മേലിന്ന് പൊടിയൊക്കെ തട്ടിക്കളയാനും അകത്ത് കൊണ്ടുപോയി ഇരുത്താനും, അദ്ദേഹത്തിന് ഇത്രയും അധ്വാപരിശ്രമം ഉണ്ടാവില്ലേ, യാത്രയുടെ ക്ഷീണം ഉണ്ടാവില്ലേ, അതിന് വേണ്ടുന്നതായിട്ടുള്ള പാനീയങ്ങളും മധുവർക്കമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനും ഏറ്റവും ഉത്സാഹിക്കുന്നത് ബലരാമനാണ്. അപ്പോൾ കൃഷ്ണന് പ്രിയം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബലരാമനെ കണ്ടു പഠിക്കണം. അതുപോലെ ആയാൽ നമ്മൾ കൃഷ്ണന് പ്രിയപ്പെട്ടവരായിക്കോളും. ഭഗവാനോട് ചോദിക്കണോ മധുരയിൽ എല്ലാവർക്കും സുഖാണോ എന്ന് ഞാൻ ചോദിക്കണില്ല. കംസൻ എന്ന അമ്മാമൻ ഭരിക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല. ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരോട് അവർക്ക് ദുഃഖമാണെന്ന് നമുക്ക് നല്ലോണം അറിയാം, എന്നിട്ട് വെറുതെ സുഖമാണോ എന്ന് ചോദിക്കണത് ക്രൂരമല്ലേ? ഞാൻ മധുരാവാസികൾക്ക് സുഖമാണോ എന്ന് ചോദിക്കണില്ല. എന്തൊക്കെയാണ് അവിടെ നടക്കണം? അക്രൂരൻ എല്ലാം പറഞ്ഞു അത്രേ. ധനുര്യാഗം കാണാൻ ചെല്ലണം, ഗോരസങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അവിടെ കൊല്ലാനുള്ള ഏർപ്പാടാണ് എന്ന് വരെ ഒക്കെ പറഞ്ഞു അത്രേ അക്രൂരൻ. പറയാതിരുന്നിട്ട് കാര്യമില്ല. എല്ലാം അറിയുന്ന ഭഗവാനോട് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. വെറുതെ ഭഗവാന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചു എന്ന് അഭിമാനിക്കാം, അഹങ്കരിക്കാം. ഞാൻ കൃഷ്ണനോട് പറഞ്ഞിട്ടില്ല കേട്ടോ, അവിടുന്ന് അറിയാതിരിക്കുമോ? അപ്പം അതുകൊണ്ട് ഉള്ളതങ്ങോട്ട് പറഞ്ഞാൽ നമുക്കൊരു ഭാരക്കുറവുണ്ട്. എല്ലാം പറഞ്ഞു അത്രേ ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ അക്രൂരൻ്റെ വായ പൊത്തി. അതേ, സത്യം പറയണം, സത്യമേ പറയാവൂ എന്നൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടൊക്കെ ശരിയാ. എല്ലാ സത്യവും എല്ലാ ദിക്കിലും വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? സത്യം പറയണം, സത്യമേ പറയൂ. പക്ഷെ എല്ലാ സത്യവും എല്ലാ ദിക്കിലും വിളിച്ചു പറഞ്ഞാൽ അബദ്ധവും. അതുകൊണ്ട് തൽക്കാലം ഇത് എന്നോട് പറഞ്ഞതിരിക്കട്ടെ, അച്ഛനോട് പറയണ്ട, വേറെ ആരോടും പറയണ്ട. പണ്ട് അമ്മ യശോദയാണ് സ്നേഹമാകുന്ന ദാമം കൊണ്ട് പിടിച്ച് കെട്ടിയിട്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഓരോ പുൽക്കൊടിയും യശോദയെ പോലെയാണ്. സകലരും പിടിച്ച് കെട്ടിയിടും. എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യം നടക്കണമെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഭഗവാൻ കൃഷ്ണൻ വളരെ പ്രാക്ടിക്കലാണ് അല്ലേ? ഭഗവാൻ കൃഷ്ണൻ വളരെ പ്രാക്ടിക്കലാണ്. അക്രൂരൻ നന്ദഗോപരോട് പറഞ്ഞപ്പോൾ ഈ ഗോരസങ്ങൾ കൊണ്ടു ചെല്ലണം യാഗത്തിന് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നന്ദഗോപർക്ക് അത് വലിയൊരു അംഗീകാരമായിട്ടാണ് തോന്നിയത്. രാജാവിനൊരു യാഗം ചെയ്യാൻ നെയ്യ് വേണച്ചാൽ എത്ര ആളുണ്ട് ഇവിടെ പശുവിനെ വളർത്തണവർ? എവിടുന്ന് വേണമെങ്കിൽ സംഘടിപ്പിച്ചുകൂടെ? നന്ദഗോപരുടെ ഗോകുലത്തുനിന്ന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അംഗീകാരമാണ്. രാജസദസ്സിൽ ആസ്ഥാന ഗായകൻ, ആസ്ഥാന നൃത്തക്കാരൻ, ഇങ്ങനെയൊക്കെയില്ലേ? ആസ്ഥാന വിദ്വാൻ, ആസ്ഥാന പണ്ഡിതൻ, അതുപോലെ ആസ്ഥാന പശുക്കാരൻ. അങ്ങനൊരു സ്ഥാനം രാജാവിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വ്രജം, ഒരു പശുവിനെ നോക്കുന്നവൻ, ആസ്ഥാന ഗോപാലൻ എന്ന സ്ഥാനം തനിക്ക് തന്നതുപോലെയാണ് നന്ദഗോപർക്ക് തോന്നണം. കൃഷ്ണൻ വന്നേ പിന്നെ എല്ലാം തന്നെ അങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുന്നുണ്ട്. നന്ദഗോപര് തൻ്റെ ഗോപന്മാരോട് കൂടിയിട്ട് വണ്ടികളൊക്കെ തയ്യാറാക്കി കാളകളെയൊക്കെ കുളിപ്പിച്ച് കെട്ടണു. പിറ്റേന്ന് രാവിലെ കൊണ്ടുപോകാനായിട്ട് ഭരണിയായിട്ട് ഇങ്ങനെ നെയ്യ് കയറ്റി വയ്ക്കണു. അന്ന് വൈകുന്നേരം കൃഷ്ണനും രാമനും ഊണ് കഴിച്ച് അമ്മയുടെ അടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം ഇന്ന് വൈകുന്നേരം കൂടിയേ ഉള്ളൂ, നാളെ രാത്രി ഇതല്ല കഥ. അവിടെ കിടന്നുറങ്ങി അമ്മയുടെ അടുത്ത്.
ഗോപിമാർ അവിടെ രാസമണ്ഡപത്തിൽ ചെന്നിട്ട് ജയതി തേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷുതാവക ത്വയിധൃതാസവസ്ത്വാം വിചിന്വതേ. ശരദുദാശയെ എന്ന് പറയുമ്പോഴേക്കും ഭഗവാൻ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാ പതിവ്. ഗോപിമാർ ചെന്നിട്ട് ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ശരദുദാശയെ സാധുജാത സൽ സരസിജോദര എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും ഭഗവാൻ എത്തിയിട്ടുണ്ടാവും. എന്നും അങ്ങനെയാ പതിവ്. ഇന്ന് 3-4 പ്രാവശ്യം ഗോപിഗീതം മുഴുവൻ പാടി കൃഷ്ണൻ വന്നില്ല. കൃഷ്ണൻ എവിടെ പോയി? അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അറിയണത് മധുരയിൽ നിന്നൊരു തേര് വന്നിട്ടുണ്ട് അത്രേ, അക്രൂറിനത്രേ. കൃഷ്ണനെ കൊണ്ടുപോവുക അത്രയും നാളെ. എങ്ങനെ അവർക്ക് സഹിക്കാൻ പറ്റുക? അവർ ബ്രഹ്മാവിനെ ശപിക്കണു. നമ്മുടെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത ഗോപന്മാരെ ഒരു പ്രയോജനമില്ല എന്ന് പറയണു. നമ്മളുടെ അടുത്ത് കൃഷ്ണനെ കൊണ്ടുപോകാൻ വന്ന ആൾക്ക് ആരാണ് അക്രൂരൻ എന്ന് പേരിട്ടത്? അവൻ ക്രൂരനല്ലേ, അതിക്രൂരനല്ലേ എന്നൊക്കെ ചോദിക്കണു. അവർക്ക് തോന്നുകയാണ് നമ്മളെ മനസ്സിലാക്കാൻ പറ്റണത് കൃഷ്ണൻ ഒരാൾ മാത്രമാണ്, കൃഷ്ണൻ ഒരാൾക്ക് മാത്രമാണ്. നമുക്ക് കൃഷ്ണനോട് പറഞ്ഞാലോ, പോവണ്ട കൃഷ്ണ. പക്ഷെ അപ്പോഴേക്കും അവർക്ക് തോന്നി അങ്ങനെ പറയാൻ നമുക്ക് എന്താ അവകാശം? കൃഷ്ണൻ ആരാ, നമ്മളാരാ, അത് മറക്കാൻ പാടുണ്ടോ? കാര്യം അവിടുന്ന് കാരുണ്യം കൊണ്ട് നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ടെങ്കിലും കൃഷ്ണൻ ആരാന്നുള്ള സത്യം നമ്മൾ മറക്കാൻ പാടുണ്ടോ? പോവരുത് കൃഷ്ണ എന്ന് പറയാൻ നമുക്കെന്താ അവകാശം? പക്ഷേ അവൻ പോയാൽ പിന്നെ എന്താവും നമ്മുടെ ജീവിതം? പകൽ സമയങ്ങളിലൊക്കെ അയാൾ കാട്ടിലേക്ക് പശുവിനെയും കൊണ്ട് പോകുമ്പോൾ നമ്മളിവിടെ എങ്ങനെയായിരിക്കണം? അല്ല, അതിപ്പോൾ രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരും എന്നൊരുറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിപ്പോൾ പോണത് മധുരയിലേക്കാണ്. അവിടെയാണെങ്കിൽ വലിയ സുന്ദരിമാരായിട്ടുള്ള വശീകരണ ശക്തിയുള്ള നഗരവധുക്കളുടെ ഇടയിലേക്കാണ്. ഒരു പക്ഷേ അവിടെ അങ്ങോട്ട് കൂടിയാൽ, ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അറിയില്ല. അവനെ കാണുന്നവർക്ക് അവനിൽ കൊതിയുണ്ടാകുന്നതും അവനെ സ്വന്തമാക്കി വയ്ക്കാൻ തോന്നുന്നതും മറ്റൊരിടത്തേക്കും വിട്ടുകളയാൻ തോന്നുന്നില്ല എന്ന ആവേശമുണ്ടാവുന്നതും സ്വാഭാവികമാണ്. നമുക്ക് തോന്നില്ലേ? കൃഷ്ണൻ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വിട്ടുകളയാൻ പറ്റാത്തൊരു ആവേശം തോന്നണില്ലേ? ഇതാ നഗരത്തിലുള്ള സ്ത്രീകൾക്ക് തോന്നില്ലേ? അവർ എന്തുകൊണ്ടും എന്തു കൊടുത്തും കൃഷ്ണൻ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരാതിരിക്കാനുള്ള വഴി നോക്കില്ലേ? നമ്മളെങ്ങനെയാണ് ഇനി ജീവിക്കുക? എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുക? അറിയില്ല. ഗോപികമാർ ഭഗവാൻ പോകുന്ന വഴിയിൽ ചെന്ന് കാത്തിരുന്നു. ഗോവിന്ദ ദാമോദര മാധവ എന്ന് അവരിങ്ങനെ പാടുന്നുണ്ട്. ഭഗവാൻ രാവിലെ നേരത്തെ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ കയ്യിൽ പിടിച്ച് അക്രൂരിൻ്റെ തേര് കയറി അവർക്കിടയിലൂടെ അങ്ങനെ പോവുകയാണ്. ഗോപിമാരെ നോക്കുന്നുണ്ട്. ഒരക്ഷരം മിണ്ടാൻ കൃഷ്ണന് പറ്റണില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പറയാൻ പറ്റണ്ടേ, എന്നിട്ട് വേണ്ടേ പറഞ്ഞാൽ എന്ന്. ഒരക്ഷരം പറയാൻ പറ്റണില്ല. ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നേരത്തെ ഒരു വാക്ക് കൊടുത്തു വച്ചിട്ടുണ്ട്. അയാൾ ഗോപിമാരോടത് പറഞ്ഞോട്ടെ, എനിക്ക് വേറൊന്നും പറയാൻ ധൈര്യം പോരാ. ആയാസ്യ ഇതി ദൗത്യകൈഹി. കൃഷ്ണൻ അങ്ങനെ തങ്ങളെ നോക്കി ഒരക്ഷരം പറയാൻ പറ്റാതെ പോകുന്നത് കാണുമ്പോൾ, കൃഷ്ണൻ്റെ ദുഃഖം കാണുമ്പോൾ സാരില്ല കൃഷ്ണ നീ പോയി വാ എന്ന് പറയാനേ ഗോപികമാർക്ക് തോന്നുള്ളൂ. തങ്ങളുടെ ദുഃഖം സാരല്ല, കൃഷ്ണനെ ദുഃഖിപ്പിക്കണ്ട. അവർ കരയാനൊന്നും പറ്റാതായി നിന്നുപോയി. കരഞ്ഞിരുന്നെങ്കിൽ കൃഷ്ണൻ അവിടെ ഇറങ്ങിയേനെ. പക്ഷേ കൃഷ്ണൻ്റെ വിഷമം കാണുമ്പോൾ അയാളെ വിഷമിപ്പിക്കരുതെന്നുള്ളതുകൊണ്ട് കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ഗോപികമാർക്ക്. അവർക്കിടയിൽ കൂടെ ഭഗവാൻ അങ്ങോട്ട് പോയി. ഗോപിമാരെല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നിൽക്കുകയാണ്.
ശരീരത്തുനിന്ന് പ്രാണനൊക്കെ കൃഷ്ണൻ്റെ പിന്നാലെ പോയിരിക്കണമെന്ന് തോന്നുന്നു. അപ്പോഴാണ് ആയാസ്യേ എന്നുള്ള വാക്ക് അവരുടെ അടുത്തേക്ക് എത്തണത്. അത് മതി, ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരിക, എവിടെയാണ് വരിക, ഏത് വേഷത്തിലാണ് വരിക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോൾ വേണമെങ്കിൽ വരാം, എവിടെ വേണമെങ്കിൽ വരാം, ഏത് വേഷത്തിൽ വേണമെങ്കിൽ വരാം. വന്നു ചേരുന്നത് ഓരോന്നും കൃഷ്ണൻ തന്നെ ആയേക്കാം. അത് കാത്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇനി ഗോപികമാരുടെ ജീവിതം. അങ്ങനെ പോയ കൃഷ്ണൻ ഗോപിമാരുടെ ഈ വാക്ക് ഇങ്ങനെ ഉള്ളിൽ ഓർക്കുന്നുണ്ട്. ഗോവിന്ദ, ദാമോദര, മാധവ എന്ന കരച്ചിൽ. ഗവാം ഇന്ദ്രഹ ഗോവിന്ദ. ഈ ഗോകുലത്തിനെല്ലാം തന്ന് സംരക്ഷിക്കുന്നവൻ കൃഷ്ണൻ. നീയാണ് ഞങ്ങൾക്കെല്ലാം എന്നത് ഞങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ശക്തി കുറഞ്ഞോ? അതുകൊണ്ടാണോ ഞങ്ങളെ വിട്ടു പോണത്? സ്നേഹമാകുന്ന ദാമം കൊണ്ട് പിടിച്ച് കെട്ടിയപ്പോൾ ദാമോദരൻ, ഞങ്ങളുടെ സ്നേഹം എന്ന കയറിൻ്റെ ശക്തി കുറഞ്ഞു പോയോ? അതുകൊണ്ടാണോ നീ ഞങ്ങളെ വിട്ടു പോണത്? നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ അകത്തും പുറത്തും ആനന്ദം നിറഞ്ഞിരിക്കുന്നത്. ആ മാധവൻ നീയുള്ളത് കൊണ്ടാണ് എല്ലാം എന്ന ചിന്ത ഞങ്ങൾക്ക് പോയോ? അതുകൊണ്ടാണോ നീ ഞങ്ങളെ വിട്ടകന്നു പോകുന്നത്? ഞങ്ങളുടെ എന്തു കുറവ് കൊണ്ടാണ് നീ ഞങ്ങളെ വിട്ട് ദൂരേക്ക് പോകണത്? ഇതിങ്ങനെ ഗോപികമാർ കരയുന്നത് കൃഷ്ണൻ്റെ ഉള്ളിലുണ്ട്, അക്രൂരൻ്റെ ഉള്ളിലുമുണ്ട്. അക്രൂരിന് തോന്നുകയാണ്, ഞാൻ സത്യത്തിൽ ക്രൂരതയാണ് കാണിച്ചത്. എവിടെ നിന്നോ മാ നിഷാദ എന്ന ശബ്ദം അക്രൂരിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുക. ഇത്ര പ്രണയം കൊണ്ട് ഒന്നായിരിക്കുന്നവരെ അങ്ങോട്ട് വേർപെടുത്താൻ പറ്റണില്ലേ? അതിലൊരെണ്ണത്തിനെ അവിടുന്ന് പറിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റണില്ലേ? അക്രൂരൻ താൻ എത്ര ക്രൂരനാണ് എന്നോർത്തുപോയി. യമുനാതീരത്ത് ഒരു വിധത്തിൽ വണ്ടി നിർത്തി. ഇനി വെള്ളത്തിലിറങ്ങി മുങ്ങി അങ്ങനെ അങ്ങോട്ട് ഒലിച്ചു പോവാം. കുറച്ച് നേരം കാത്തിട്ട് തന്നെ കാണാഞ്ഞാൽ കുട്ടിയോള് തിരിച്ചു പൊക്കോളും. അവിടെ ചെന്നാലല്ലേ കംസൻ ചോദിക്കുള്ളൂ, എന്താ ഈ കുട്ടിയോളെവിടെയെന്ന്? ഞാനങ്ങോട്ട് പോകണില്ല. അക്രൂരൻ്റെ കഥ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ആരും ഒന്നും അറിയണ്ട. അക്രൂരൻ അങ്ങനെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങുമ്പോൾ പക്ഷെ അതിൻ്റെ അടിയിലുണ്ട് വൈകുണ്ഠം. കൃഷ്ണരാമന്മാരെ അവിടെ കാണാനുണ്ട്. അനന്തമൂർത്തിയായിട്ട് സാക്ഷാൽ സംഘർഷണമൂർത്തി ബലരാമൻ, അതിന് മുകളിൽ പള്ളി കൊള്ളുന്ന പത്മനാഭനായിട്ട് ശ്രീകൃഷ്ണൻ. ഭഗവാൻ എന്താ പറയണ? എന്നെ കൊല്ലാൻ കൊണ്ടാവല്ലേ എന്നുള്ള സങ്കടം വേണ്ട. എന്നെ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റില്ല, ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. സത്യമായിട്ടുള്ള വസ്തുവാണ്. മാത്രമല്ല എന്നെ ആശ്രയിച്ച അങ്ങേക്കും യാതൊരു ആപത്തും വരാതെ നോക്കുന്നവനാണ് ഞാൻ. ഭയപ്പെടണ്ട. അക്രൂരന് ഒരു പുഞ്ചിരിയിലൂടെ ഭഗവാൻ വലിയ ആശ്വാസമാണ് കൊടുക്കണേ. അക്രൂരര് ഭഗവാനെ സ്തുതിച്ചു. എല്ലാവരും ഓരോരോ വഴികളിലൂടെ അവിടുത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. അടിയന് അവിടുത്തെ തൃപ്പാദത്തിൽ മനസ്സൊന്ന് വയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഞാനൊരു വിഷയങ്ങളെ ആഗ്രഹിച്ച് അതിന് പിന്നാലെ പോകുന്ന മനസ്സാണ്. ഭഗവാനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും എനിക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ? ഭഗവാന്റെ ഈ തൃപ്പാദങ്ങളെ പൂജിച്ചിട്ടല്ലേ മഹാബലിക്ക് സുതലം കിട്ടിയത്, എല്ലാ സമ്പത്തും കിട്ടിയത്. ഇങ്ങനെ ചിന്തിക്കാനേ എനിക്ക് പറ്റണുള്ളൂ. ഇങ്ങോട്ട് എന്തെങ്കിലും ലാഭത്തിനായിട്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങോട്ട് പോവാൻ അടിയനെ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിക്കുന്ന ഒരു ഭാവത്തിലേക്ക് എത്താൻ അടിയനെ പറ്റണില്ല. അപ്പം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന അടിയന് ഉള്ളിൽ നിറയാൻ വേണ്ടിയല്ലേ അവിടുന്ന് ഈ ദർശനം തരണത്? ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ? ഒക്കെ ഇതുവരെ എത്തിച്ച അവിടുന്ന് ഇനിയും കൊണ്ടുപോക്കോളും എന്ന വിശ്വാസത്തിൽ അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ദശാവതാരമൊക്കെ പറഞ്ഞ് നമസ്കരിച്ചിട്ടാണ് അക്രൂരൻ തേരിൽ കയറി വന്നത്. എന്നിട്ട് ഭഗവാനെ മധുരയിലേക്ക് എത്തിച്ചു. എൻ്റെ ഗൃഹത്തിൽ വന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, വന്ന കാര്യം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് അങ്ങയുടെ ഗൃഹത്തിലേക്ക് വരാം. അപ്പം നമസ്കരിച്ച് യാത്രയായി അക്രൂരർ
ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭഗവാൻ പുണ്യശ്രവണ കീർത്തനനാണ്. ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് കീർത്തിക്കുക, അതിലൂടെ നമ്മുടെ ഉള്ളിനെ ശുദ്ധീകരിക്കുന്നവനാണ്. യദൂത്തമനാണ്. ആർക്കും വേണ്ടാതെ പോയ യദുകുലത്തിനെ ഉത്തമമാക്കുന്ന പതിതപാവനനാണ്. അടിയങ്ങളെയും അവിടുത്തെ കഥകൾ കേൾപ്പിച്ച് അവിടുത്തെ കീർത്തനങ്ങൾ ചെയ്യിച്ച് ഏറ്റവും താണപടിയിൽ നിന്ന് ശുദ്ധീകരിച്ചു കൊണ്ടുവരേണമേ. ഉത്തമ ശ്ലോകനല്ലേ, അവിടുത്തെക്കാൾ മേലെയായിട്ട് മറ്റൊരാളെക്കുറിച്ച് പാടാനില്ല. അതിനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഭഗവാന്റെ തൃപ്പാദത്തിൽ നമസ്കരിക്കാം, സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.